ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കോഡ് മന്ത്ര. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിലെ 4 ഇൻറ്റീജർ ടൈപ്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്സിനെ കുറിച്ച് പഠിക്കാം. ജാവയിൽ 2 ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്സ് ആണ് ഉള്ളത്. ഒന്ന് ഫ്ലോട്ട്, 2 ഡബിൾ. ഈ വീഡിയോയിൽ നമ്മൾ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ്? ഫ്ലോട്ട് ബേസിക്കലി ചെറിയ ഡെസിമൽ പോയിന്റ്സ് ഉള്ള നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് 32 ബിറ്റ്സ് മെമ്മറിയാണ് എടുക്കുന്നത്. ഇത് 7 ഡെസിമൽ ഡിജിറ്റ്സ് വരെ ആക്യുറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. ഇതാണ് ഫ്ലോട്ടിന്റെ റേഞ്ച്. 3.4e - 38 മുതൽ 3.4e + 38, അതായത് 3.4 × 10⁻⁻³ മുതൽ 3.4 × 10⁻32 വരെയുള്ള വാല്യൂസ്. ഇനി ഏത് സിറ്റുവേഷനിലാണ് ഫ്ലോട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ചെറിയ പ്രിസിഷനുള്ള ഡെസിമൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാനാണ് ഫ്ലോട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുക. 7 ഡെസിമൽ ഡിജിറ്റ്സ് വരെയാണ് ഇത് ആക്യുറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുക. അതിന് മുകളിൽ വരുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ ഡബിൾ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് പ്രാക്ടിക്കൽ സെഷനിൽ നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. മെമ്മറി എഫിഷ്യൻ്റായി യൂസ് ചെയ്യാൻ വേണ്ടി ഗ്രാഫിക്സിലും ഗെയിംസിലും ഒക്കെയാണ് ഇത് സാധാരണയായി യൂസ് ചെയ്യുക. ഇനി ഫ്ലോട്ടിന്റെ സിൻടാക്സ് നോക്കാം. ഫ്ലോട്ട് സ്പേസ് വേരിയബിൾ നെയിം = വാല്യൂ f സെമിക്കോളൻ. നമ്മൾ ഫ്ലോട്ട് വാല്യൂസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ വാല്യൂവിന്റെ അവസാനത്തിൽ ലെറ്റർ എഫ് ആഡ് ചെയ്യണം. എങ്കിലേ ഇതിനെ ഒരു ഫ്ലോട്ട് വേരിയബിളായി കൺസിഡർ ചെയ്യൂ. ഇനി ഇതൊന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതിനായി എല്ലാവരും IntelliJ ഓപ്പൺ ചെയ്യുക. IntelliJ ഇൻസ്റ്റാൾ ചെയ്യാത്തവരും പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാത്തവരും ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്തുകൊണ്ട് അത് ചെയ്യുക. നമ്മൾ പഴയ പ്രോജക്റ്റ് തന്നെയാണ് റീയൂസ് ചെയ്യുന്നത്. ഇനി src ഫോൾഡറിൽ ഫ്ലോട്ട് ഡെമോ എന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് മെയിൻ മെത്തേഡ് എഴുതാം. ഒരു സിമ്പിൾ ആൻഡ് വാലിഡ് സിനാരിയോ ആദ്യം നോക്കാം. ഇതാണ് ഫസ്റ്റ് സിനാരിയോ. പ്രൈസ് ആൻഡ് ടെമ്പറേച്ചർ എന്ന 2 ഫ്ലോട്ട് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്ത് നോക്കാം. ഫ്ലോട്ട് പ്രൈസ് = 19.99f സെമിക്കോളൻ. അടുത്ത ലൈനിൽ ഫ്ലോട്ട് ടെമ്പറേച്ചർ = 36.5f സെമിക്കോളൻ. ഇനി പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാം. sout എന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. ആദ്യം പ്രിന്റ് ചെയ്യാനുള്ള ടെക്സ്റ്റ് പ്രൈസ് കോളൻ പ്ലസ് പ്രിന്റ് ചെയ്യാനുള്ള വേരിയബിൾ ദെൻ സെമിക്കോളൻ. ഇതുപോലെ തന്നെ ടെമ്പറേച്ചറിന്റെയും പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഇനി കോഡ് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് പ്രൈസും ടെമ്പറേച്ചറും കറക്റ്റായി പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ പ്രിസിഷൻ മനസ്സിലാക്കാൻ ഒരു സിനാരിയോ നോക്കാം. ഫ്ലോട്ട് ഡാറ്റ ടൈപ്സ് 7 ഡെസിമൽ ഡിജിറ്റ്സ് വരെയാണ് ആക്യുറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുക. അതിന് മുകളിൽ വരുന്നവയെ ഫ്ലോട്ട് റൗണ്ട് ഓഫ് ചെയ്യും. അതൊന്ന് നമുക്ക് നോക്കാം. ഫ്ലോട്ട് വാല്യൂ = 12345.6789f. ഇനി പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഇത് റണ്ണ് ചെയ്താൽ 7 ഡെസിമൽ ഡിജിറ്റ്സ് വരെയുള്ളത് ആക്യുറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം. അതായത് ഇതിലെ 7 വരെയുള്ള ഡിജിറ്റ്സ്, പിന്നെ റൗണ്ട് ഓഫ് ചെയ്യണം. ഇനി നമുക്ക് കോഡ് ഒന്ന് റണ്ണ് ചെയ്ത് നോക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഫ്ലോട്ട് 7 ഡെസിമൽ ഡിജിറ്റ്സ് വരെ കറക്റ്റായി സ്റ്റോർ ചെയ്തു. ശേഷം വരുന്നതിനെ റൗണ്ടും ചെയ്തു. ഇത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ലാസ്റ്റ് സിനാരിയോ ആയ ഓവർഫ്ലോ ആൻഡ് അണ്ടർഫ്ലോ നോക്കാം. ആദ്യം ഓവർഫ്ലോ സിനാരിയോ നോക്കാം. ഫ്ലോട്ട് റേഞ്ചിന് മുകളിലുള്ള നമ്പേഴ്സ് കൊടുത്താൽ ചെറിയ ഡിഫറൻസ് ആണെങ്കിൽ അത് സയന്റിഫിക് നൊട്ടേഷനിൽ സ്റ്റോർ ചെയ്യും. വലിയ ഡിഫറൻസ് ആണെങ്കിൽ ഇൻഫിനിറ്റിയും ലഭിക്കും. ആദ്യം ചെറിയ ഡിഫറൻസ് നോക്കാം. ഒരു 7 ഡെസിമൽ ഡിജിറ്റ്സ് ഉള്ള നമ്പർ എഴുതി പ്രിന്റ് ചെയ്യാം. ഇതൊരു വാലിഡ് നമ്പർ ആണ്. ഫ്ലോട്ട് ഓവർഫ്ലോ = 7 ones f then സെമിക്കോളൻ. ഇനി പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഇനി ഇതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് കറക്റ്റായി 7 ones പ്രിന്റ് ചെയ്തു. ഇനി നമുക്ക് 8ാമത്തെ ഒരു ഡെസിമൽ ഡിജിറ്റ് കൂടെ ആഡ് ചെയ്യാം. 8 ones വെച്ച് ട്രൈ ചെയ്യാം. ഇനി ഇത് സേവ് ചെയ്ത് റൺ ചെയ്യാം. ഇപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് സയന്റിഫിക് നൊട്ടേഷൻസിൽ പ്രിന്റ് ചെയ്തു വന്നിട്ടുണ്ട്. ഇനി വലിയ ഡിഫറൻസ് ഉള്ള ഒരു ഓവർഫ്ലോ സിനാരിയോ നോക്കാം. ഫ്ലോട്ട് ഓവർഫ്ലോ = 3.4e + 38f × 10. ഇവിടെ ഫ്ലോട്ടിന്റെ മാക്സിമം റേഞ്ചിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇനി കോഡൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഇൻഫിനിറ്റി ഔട്ട്പുട്ടായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഓവർഫ്ലോ സിനാരിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അണ്ടർഫ്ലോ സിനാരിയോ നോക്കാം. നമ്മൾ ഫ്ലോട്ട് റേഞ്ചിന് താഴെയുള്ള വാല്യൂസ് ഫ്ലോട്ടിൽ സ്റ്റോർ ചെയ്യാൻ നോക്കിയാൽ അത് വളരെ ചെറിയ വാല്യൂസിനെ സയന്റിഫിക് നൊട്ടേഷൻ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക.
അതൊന്ന് നമുക്ക് നോക്കാം. ഫ്ലോട്ടിൻ്റെ മിനിമം റേഞ്ചിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഫ്ലോട്ട് അണ്ടർ ഫ്ലോ ഈക്വൽ ടു 3.4e മൈനസ് 38f ബൈ 1000. ഇനി ഇതൊന്ന് പ്രിന്റ് ചെയ്യണം. അതിനായി നമുക്ക് എസ് ഔട്ട് എന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. ദെൻ വേരിയബിളായ അണ്ടർഫ്ലോ കൊടുക്കാം. ദെൻ സെമിക്കോളൻ. ഇനി നമുക്ക് കോഡൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് വളരെ ചെറിയ ഒരു വാല്യൂവിൻ്റെ സയൻറ്റിഫിക് നൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. 3.4e മൈനസ് 41, അതായത് 3.4 ഇൻറ്റു 10⁻⁻41. സോ നമ്മൾ 7ലും കൂടുതൽ ഡെസിമൽ ഡിജിറ്റ്സ് വരാൻ ചാൻസ് ഉള്ള സിറ്റുവേഷനിൽ ഡബിൾ ആണ് യൂസ് ചെയ്യേണ്ടത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. സോ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട്സും സജഷൻസും ഒക്കെ കമൻസ് വഴി എഴുതി അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡബിൾ ഡാറ്റ ടൈപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യുന്ന അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരെ ടേക്ക് കെയർ.